Dear children, let's continue with our chapter from stone to metal. In last class we learned about Bronze Age. Today we are going to learn the continuation of Bronze Age. Please listen the text. We learned about different occupations developed during Bronze Age. In addition to the ones you have found out, the following occupational fields also developed during that period. അതായത് ബ്രോൺസ് ഏജിൽ കുറേ തൊഴിലുകൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. കാറ്റൽ റിയറിങ്, ദെൻ ടൂൾ മേക്കിംഗ് ഓർ വെപ്പൺ മേക്കിംഗ്, ദെൻ പോട്ടറി, ഓർണമെൻറ്റ് മേക്കിംഗ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ദെൻ in addition to the ones you have found out, the following occupational fields also developed during that period, that is brick making and weaving. Then in addition to these, brick making and weaving also developed during the Bronze Age. Then those who were engaged in a particular occupation needed the goods produced by others. This necessitated the exchange of goods and it created a sense of mutual dependence among the people. Then those who were engaged in particular occupation depended on others for the goods produced. This created a mutual dependence among the people and also made it necessary for exchange of goods. ഒരു തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മറ്റു തൊഴിൽ മേഖലകളിൽ ഉള്ളവരുടെ സേവനങ്ങളും അവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിഭവങ്ങളും ആവശ്യമായിരുന്നു, അല്ലെങ്കിൽ വസ്തുക്കളും ആവശ്യമായിരുന്നു. ഇത് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിന് കാരണമായി. ഇത്തരം കൈമാറ്റങ്ങൾ, സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് സമൂഹത്തിൽ പരസ്പര ആശ്രയത്വത്തിനും കാരണമായി, അല്ലെങ്കിൽ പരസ്പര ആശ്രയത്വം വളർത്തി. Surplus products were exported to far off places. As a result, both inland and maritime trade flourished. Surplus products were exported to different places. This resulted in the development of both inland and maritime trade. അധികമായിട്ട് ഉൽപ്പാദിപ്പിച്ചിരുന്ന വിഭവങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ മറ്റു പ്രദേശങ്ങൾ അല്ലെങ്കിൽ വിദൂര പ്രദേശങ്ങളിലേക്ക് അവർ കയറ്റി അയച്ചു. പതുക്കെ കരമാർഗവും കടൽ മാർഗവും ഉള്ള കച്ചവട ബന്ധങ്ങൾ വളർന്നു വന്നു. ഇവിടെ മറീടൈം എന്ന് പറഞ്ഞാൽ കടലിലൂടെയുള്ള വ്യാപാര ബന്ധം, ഫ്ലറിഷ് എന്ന് പറഞ്ഞാൽ വ്യാപകമാകുക അല്ലെങ്കിൽ വളർന്നു വരിക എന്നൊക്കെ അർത്ഥം. കോൺസിക്വൻ്റ്ലി മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓൾസോ ഡെവലപ്ഡ്. പതുക്കെ എന്തായി മാറി? അതിൻ്റെ ഭാഗമായിട്ട് ഗതാഗത സൗകര്യങ്ങളും ഉണ്ടായി വന്നു. ഇൻ കോഴ്സ് ഓഫ് ടൈം സിസ്റ്റംസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ വേർ ഫോംഡ് ടു റെഗുലേറ്റ് ദീസ് ആക്ടിവിറ്റീസ്. ടു കൺട്രോൾ ദീസ് ആക്ടിവിറ്റീസ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ വേർ ഫോംഡ്. ഈ പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നതിനായിട്ട് ഭരണ സംവിധാനങ്ങളും പതുക്കെ രൂപം കൊണ്ടു. ദെൻ the invention of the art of writing was another striking feature of the Bronze Age. The remarkable feature of the Bronze Age was the invention of the art of writing. ഇക്കാലത്ത് എഴുത്ത് വിദ്യ രൂപം കൊണ്ടു. അതായത് ബ്രോൺസ് ഏജിൻ്റെ ഏറ്റവും റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ, ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു സവിശേഷതയാണ് എന്ത്? സ്ട്രൈക്കിംഗ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ശ്രദ്ധേയമായ സവിശേഷത എന്നർത്ഥം, എഴുത്തുവിദ്യയുടെ കണ്ടുപിടുത്തം. Then with these features, ancient cities developed gradually in various river valleys. These cities are regarded as the centers of the Bronze Age civilization. Ancient cities developed gradually in the various river valleys with these features. They are regarded as the centers of the Bronze Age civilization. ഇത്തരം സവിശേഷതകളോടെ വിവിധ നദീതടങ്ങളിൽ പ്രാചീന നഗരങ്ങൾ വികസിച്ചു വന്നു. ഇവയാണ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ്റെ സെൻറ്റേഴ്സ്, അല്ലെങ്കിൽ വെങ്കലയുഗ സംസ്കാരങ്ങളുടെ കേന്ദ്രങ്ങളായി മാറിയത്. നിങ്ങളെ പിക്ചറിലോട്ട് നോക്കിയ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് ഇലസ്ട്രേഷൻ, ചിത്രീകരണം, സാധനങ്ങൾ കൈമാറുന്ന ചിത്രീകരണമാണ്. അതായത് മീൻ പിടിക്കുന്ന ആൾ മീൻ കൊണ്ടുവന്ന്
ചട്ടിയും പാത്രങ്ങൾ കലങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്ക് കൊണ്ട് കൊടുക്കുമ്പം അതിന് പകരമായിട്ട് കലം കൊടുക്കുന്നു. അതായത് സാധനങ്ങൾക്ക് പകരം സാധനം. ഈ ബ്രോൺസ് ഏജിൽ ഇങ്ങനെ ഒരു കൈമാറ്റ വ്യവസ്ഥയാണ് ഉണ്ടായിരുന്നത്. Next we will study about the major civilizations during the Bronze Age, where the Mesopotamian civilization, the Egyptian civilization, the Chinese civilization and the Harappan civilization. Then the first one, the Mesopotamian civilization. The Mesopotamian civilization flourished in the valleys between the Euphrates and the Tigris rivers. The Mesopotamian civilization grew and spread in the valleys between the Euphrates and Tigris rivers. Euphrates, Tigris riversiന്റെ ഇടയിലുള്ള ഭാഗങ്ങളിലാണ് ഈ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ സംസ്കാരം ഉടലെടുത്തത്. The word Mesopotamia means the land between rivers. The Mesopotamia means the land between rivers. രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം. It is now in Iraq. It is now situated in Iraq. ഈ മെസപ്പൊട്ടോമിയ ഇപ്പോൾ ഇറാഖിലാണ് ഉള്ളത്, അല്ലെങ്കിൽ ഇറാഖിലാണ് സ്ഥിതി ചെയ്യുന്നത്. The cuneiform script evolved in Mesopotamia. The cuneiform script developed in Mesopotamia. മെസപ്പൊട്ടോമിയയിൽ ഉടലെടുത്ത എഴുത്ത് ലിപി അല്ലെങ്കിൽ എഴുത്ത് വിദ്യ എന്ന് വേണേൽ പറയാം. ക്യൂണിഫോം എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. മെസപ്പൊട്ടോമിയയിൽ ഉണ്ടായിരുന്ന എഴുത്ത് ലിപിക്കാണ് ക്യൂണിഫോം എന്ന് അറിയപ്പെടുന്നത്. The ziggurats are the major remains of this civilization. The ziggurats are the major remains of this civilization. Ziggurats ആണ് ഇന്ന് ഈ സിവിലൈസേഷൻ്റെ ഇന്ന് അവശേഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത സിഗുറാറ്റ്സുകളാണ്. അതായത് നമ്മൾക്ക് ഇന്നും കാണാൻ പറ്റുന്ന ഈ സിവിലൈസേഷൻ്റെ റിമെയിൻസ് ആണ് സിഗുറാറ്റ്സ്. ദെൻ cuneiform script, cuneiform lipi. The cuneiform is one of the oldest known scripts. പുരാതനമായ എഴുത്ത് ലിപികളിൽ ഒന്നാണ് ക്യൂണിഫോം. It was developed in the region of Sumer. സുമർ എന്ന പ്രദേശത്താണ് ഇത് ആരംഭിച്ചത്. The script is represented by wedge-shaped pictographic marks on clay tablets. ആപ്പിൻ്റെ രൂപത്തിലുള്ള അല്ലെങ്കിൽ മരപ്പൂണിൻ്റെ ആകൃതിയിലുള്ള ചിത്രലിപി ആണ് ഇത്. എഴുത്ത് പ്രതലം കളിമൺ പാളികളായിരുന്നു. കളിമൺ പാളികളിൽ ചിത്ര രൂപത്തിൽ അല്ലെങ്കിൽ ചിത്രലിപിയിൽ മരച്ചീളുകളുടെ ആകൃതിയിൽ, വെഡ്ജ് ഷേപ്പിലുള്ള മരച്ചീളിൻ്റെ ആകൃതിയിലുള്ള ഒരുതരം ലിപിയായിരുന്നു ഈ യൂണിഫോം എന്ന് അറിയപ്പെട്ടിരുന്നത്. ഇത് സുമർ എന്ന പ്രദേശത്താണ് ഇത് ആരംഭിച്ചത്. ഈ സുമർ എന്ന പ്രദേശം ഇപ്പോൾ ഇറാഖിലാണ് ഉള്ളത്. Ziggurats. Ziggurats were temple complexes. The wall of the ziggurats were built of burned bricks. Ziggurats were temple complexes. Temple complex എന്ന് ഒരു ക്ഷേത്ര സമുച്ചയം, ക്ഷേത്രങ്ങളുടെ കൂട്ടമാണെന്ന് വേണേൽ പറയാം. The wall of the ziggurats were built of burned bricks. ഈ സിഗുറാറ്റ്സിൻ്റെ ഭിത്തികളൊക്കെ ചുട്ടെടുത്ത ഇഷ്ടികൾ കൊണ്ടാണ്, ചൂടുകട്ടകൾ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. It has been found that around 25 ziggurats were built in this area. 25ഓളം സിഗുറാറ്റുകൾ ഈ പ്രദേശങ്ങളിൽ നിർമ്മിക്കപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. The ziggurats in the city of Ur is still preserved. ഇവയിൽ ഊർ എന്ന നഗരത്തിലെ സിഗുറാറ്റ്സ് ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. അതായത് നമ്മൾക്ക് ചെന്നാൽ കാണാവുന്ന രീതിയിൽ ഇത് ഇറാഖിലാണ്. ഊർ എന്ന സിറ്റിയും ഇറാഖിലാണ് ഉള്ളത്. ഇന്നും അത് അവിടുത്തെ ഗവൺമെൻറ് ഇത് സംരക്ഷിച്ചു പോകുന്നു സിഗുറാറ്റ്. അതായത് ബ്രോൺസ് ഏജിലെ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ്റെ റിമൈൻസ്, ശേഷിപ്പുകളാണ്, ഇന്നുമുള്ള അവശേഷിപ്പുകളാണ് ഈ സിഗുറാറ്റ്സ് എന്ന ക്ഷേത്ര സമുച്ചയം. ദെൻ what you know about Mesopotamian civilization. The Mesopotamian civilization flourished in the valleys between Euphrates and Tigris rivers. The word Mesopotamia means land between rivers. It is now in Iraq. Cuneiform script evolved in Mesopotamia. The ziggurats are the major remains of this
civilization. You know? Hope all of you understood it. Thank you.